പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിയുടെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ബലരാമന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് ബലരാമൻ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. മാത്രവുമല്ല, ഇതിപ്പോൾ പുലിവാലായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും കൃപയ്ക്ക് നേരെ ആക്രമണം ആരോ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി കാണും. ആക്സിഡന്റ് അല്ല അത് എന്ന് തെളിയിക്കുന്നതിനുള്ള കൃത്യമായ തെളിവാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ആവുകയും ചെയ്യുന്നു ബലരാമന്. ബലരാമന്റെ ടെൻഷൻ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനി എന്ത് ചെയ്യും? കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ. മാത്രവുമല്ല, സുമിത്രയോട് ഇനി കാര്യങ്ങൾ പറയുകയാണ് എങ്കിൽ സുമിത്രയും തിരിച്ചടിക്കാനാണ് സാധ്യത എന്ന് ബലരാമൻ ഉറപ്പിച്ചിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആരോ തന്നെ ചതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ബലരാമൻ അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എൻ്റെ ഈ നീക്കം പാളുമെന്ന്. എങ്ങനെയാണ് ഈ നീക്കം പാളിയത് എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോഴാണ് മുന്നിലേക്ക് ബലരാമന്റെ സഹോദരി കയറി വരുന്നത്. ചേട്ടനോട് ഞാൻ ഒരു തവണ പറഞ്ഞതാണ് വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം. പക്ഷേ അത് കേൾക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും എൻ്റെ ചേട്ടൻ ഇനിയെങ്കിലും തെറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വീണ്ടും ചേട്ടനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറായി മുന്നിലേക്ക് വരുന്നത്. ദയവായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നീക്കത്തിൽ നിന്ന് ചേട്ടൻ പിന്മാറണം. ആ കുടുംബത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം അവസാനിപ്പിക്കുകയാണ് ചേട്ടൻ ചെയ്യേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ബലരാമനാകെ പെട്ടുപോയിരിക്കുകയാണ്. എന്തു ചെയ്യും? എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക മുതലായ ചോദ്യങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇതോടെ നീ ഇനി എന്നോട് ഇതേപ്പറ്റി സംസാരിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബലരാമൻ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. പക്ഷേ വലിയൊരു തലവേദനയാണ് ഇതേ തുടർന്ന് ബലരാമനെ തേടി എത്തുന്നത്. ബലരാമനാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം സാഗർ ഇതേ തുടർന്ന് അറിയാൻ ഇടയായത് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇതോടെ കുടുങ്ങിപ്പോവുകയാണ് ബലരാമൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.